നിങ്ങൾ വിചാരിക്കും ഇന്ന് അടുക്കളയിൽ ആൾ മാറിയിട്ടുണ്ടല്ലോ, ഇക്കാനെയാണല്ലോ കാണുന്നത്, എന്നെ കാണുന്നില്ലല്ലോ എന്നൊക്കെ. ഞാനും ഉണ്ട് കേട്ടോ അടുക്കളയിൽ. ഇന്ന് പണിയില്ലല്ലോ, അപ്പോൾ ഒന്ന് കടിയൊന്ന് മാറ്റി പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത്. അപ്പോഴാണെങ്കിലോ ഇക്കാക്കൊന്ന് കൂലില്ലാത്ത പണിയും. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നില്ലേ, അപ്പോൾ ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ അടുക്കളയിൽ അടുപ്പൊക്കെ ഒന്ന് കഴുകാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. കൂടുതൽ കരിയൊന്നും ഇല്ല, എന്നാലും ഉള്ളതൊന്നും അങ്ങോട്ട് വൃത്തിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇതിനായിട്ടൊരു തുടപ്പ് വെക്കാറാണ് കേട്ടോ. അപ്പോൾ ഇത് വെണ്ണൂറും അതുപോലെ തന്നെ വിമ്മും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോരും. ഞാൻ അധികവും കഴുകാറ് രാവിലെ കേട്ടോ. രാവിലെ ആകുമ്പോൾ പിന്നെ ചൂടുണ്ടാവില്ലല്ലോ അടുപ്പ്. അപ്പോൾ പിന്നെ ഈ ടൈമിലാണ് കഴുകിയെടുക്കാറ്. അങ്ങനത്തെ അടുപ്പൊക്കെ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ തട്ടുണ്ടല്ലോ, അത് ഒരു 1.5 കെട്ടാണ്ട് കെട്ടിയിട്ടാ. ഈ കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പണി പെട്ടെന്ന് അങ്ങോട്ടാണ് നീക്കൂല. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ വേണേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവർക്കും. പിന്നെ ചോറിനുള്ള വെള്ളം ആദ്യം അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ആദ്യം പേപ്പർ മാടി പിടിപ്പിച്ചിട്ട് പിന്നെ ഓലക്കൊടിമ വെക്കാട്ടെ. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പിടിക്കോളല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം ഇങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനത്തെ തീയൊക്കെ പിടിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നിപ്പോൾ എന്താ നേരത്തെ തന്നെ ചോറൊക്കെ ഇടയിലെ വെക്കുന്നത് കേട്ടോ. ചോറ് ആദ്യം വെക്കല്ല, പിന്നെ ചോറിനുള്ള വെള്ളം അവിടെ കിടന്ന് തിളച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം പിടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ കറിക്കുള്ള മുട്ട അങ്ങോട്ട് ഈസിക്കുമ്പോൾ വെച്ചു. പിന്നെ കറിക്ക് മുട്ട റോസ്റ്റ് ആക്കാന്ന് വെച്ചിട്ട് 4 മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചതാണ് ഈസിക്കുമ്പോൾ. പിന്നെ 4 ഉള്ളി എടുത്തിട്ട് അത് നല്ലോണം കട്ട് ചെയ്ത് എടുത്തു. പിന്നെ കൂടെ ഒരു മുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ ഏതായാലും അടുപ്പത്തന്നെ അങ്ങോട്ട് വെക്കാമെന്ന് വെച്ചു. ഇക്കാക്ക് പണിയില്ല കേട്ടോ. അപ്പോൾ ഈ ഷിബിലി മോർക്ക് പിന്നെ ട്യൂഷൻ ഉണ്ട്. ഫിനിമോളത് പിന്നെ ഒരാഴ്ച ആയിട്ടൊക്കെ കണക്ക് തന്നെ കേട്ടോ. അത് ഞാൻ പിന്നെ വീഡിയോയിൽ പറയാവുന്നതാണ്. അങ്ങനത്തെ ഇത്തിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് വഴറ്റി വേണ്ടി വെക്കുകയാണ്. അപ്പോഴേക്കും മുട്ട നല്ലോണം തിളച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാനൊരു ഇത്തിരി ഉപ്പ് മാത്രം കേട്ടോ ഈ ടൈമിൽ ഇട്ട് കൊടുത്തത്. അങ്ങനെ അത് നല്ലോണം വഴറ്റി വന്നതിന് ശേഷം പിന്നെ ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ വലിയ ജീരകവും പിന്നെ ഇത്തിരി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി അത് വഴറ്റി വന്നതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയും 1 സ്പൂണ് പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ ആ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഒരു ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഒരു തളം കൊണ്ട് വന്നതിന് ശേഷം പുഴുങ്ങി വെച്ച കോഴിമുട്ടയില്ലേ അത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിന്മേ ചെറുതായിട്ട് ഒന്ന് വര ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ആ മസാല ഒക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാലല്ലേ മുട്ട റോസ്റ്റ് ആകുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ മസാലയൊക്കെ അതിന്മേൽ പിടിക്കുമ്പോഴേ. അല്ല ഞാൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് അതിന്മൊക്കെ വരില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഒരു വര ഇട്ട് കൊടുത്തിരുന്നു. അങ്ങനെ കറി റെഡിയായി. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു തണ്ട് ചപ്പും അതുപോലെ തന്നെ വേപ്പിലയും ഇട്ടെടുത്തോണ്ട് കറി റെഡിയാക്കി എടുത്തോട്ടെ എന്ന്. അപ്പോൾ ഞാൻ എപ്പോൾ അടുക്കളയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കറിയാണ് ഉണ്ടാക്കാറ്. കറി ആദ്യം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമാധാനമായല്ലോ. പിന്നെ കടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ആദ്യത്തേതിന്ന് പോകാൻ തീർത്തിയുള്ളവർക്കൊക്കെ അതിൽ നിന്ന് എടുക്കല്ലോ. അപ്പോൾ പിന്നെ കറി ഞാൻ ആദ്യം അങ്ങോട്ടാണ്ട് വെക്കും. പിന്നെ ചോറിനുള്ള വെള്ളം ഇങ്ങോട്ട് തന്നെ വെച്ച് കൊടുത്തുകൊണ്ട് അരി നല്ലോണം ഞാൻ കഴുകി വെച്ചിരുന്നു. അത് ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ ചപ്പാത്തി പണിക്ക് നിൽക്കാമെന്ന് വെച്ചിട്ടാ. ഷിബിലി മോർക്ക് പിന്നെ ചോറൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ അവനക്ക് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ ചോറിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അവന് പള്ളിക്ക് പോകാറാകുമ്പോഴേക്കും ഇവിടെ എത്തും. അപ്പോൾ പിന്നെ ധൃതിയില്ലല്ലോ വെച്ചിട്ടാട്ടോ ഞാൻ ഈ പണിക്കുന്നത്. ഇക്കാക്കും പിന്നെ വെള്ളിയാഴ്ച അതുകൊണ്ട് പണിയില്ലല്ലോ എന്ന് വെച്ചു. പിന്നെ വെള്ളം വെച്ച് നല്ല തിളച്ചതിന് ശേഷം പിന്നെ ചപ്പാത്തിക്കുള്ള പൊടിയില്ലേ അതൊന്ന് പത്തിരിക്ക് വാട്ടും പോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഇടാണ്. അപ്പോൾ ഇത് നല്ല ചൂട് തന്നെ കുഴക്കണം. എന്നാലട്ടെ ചപ്പാത്തി ആയാലും പത്തിരി ആയാലും നല്ല സോഫ്റ്റായി വരുള്ളൂ. ഞാൻ എപ്പോൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ കുഴച്ചെടുക്കും. അപ്പോൾ പിന്നെ നല്ലോണം പിന്നെ സ്മൂത്തായിട്ട് വരികയും ചെയ്യും. പിന്നെ അതൊരു ഇത്തിരി ഓയിൽ കയ്യിലെടുത്തിട്ട് കുഴച്ചെടുക്കാൻ. ഇത് കയ്യുമ്പോൾ പൊടി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. കണ്ടില്ല നിങ്ങൾ, നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ.
ചപ്പാത്തിയും പത്തിരിയൊക്കെ സോഫ്റ്റായ രീതിയിൽ തിന്നണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം കുഴച്ചെടുത്താൽ മതി. എന്നാൽ മാത്രമേ ചപ്പാത്തിയും പത്തിരിയൊക്കെ നല്ല സോഫ്റ്റായ രീതിയിൽ കിട്ടുള്ളൂ. അങ്ങനത്തെ ചെറിയ ചെറിയ ബൗൾസുകളാക്കി എടുത്തു. അപ്പോഴേക്കത് നമ്മളെ ഫിനിമോൾ എണീറ്റ് വരികയാണ് കേട്ടോ. അവളിപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല റെസ്റ്റിലാണ്. അവൾക്ക് ഏതായാലും ഇപ്പോൾ ഞാൻ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. സ്കൂളും മദ്രസൊക്കെ അവളിപ്പോൾ ലീവായി ഇങ്ങനെ ഇരിക്കുകയാണേ. അപ്പോൾ ചപ്പാത്തിയോ പത്തിരിയോ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ എൻ്റെ കാര്യം കട്ട പോകായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കാലിൽ വെരിക്കോസ് ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ കൂടുതൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ കിടക്കും. പിന്നെ ഏതായാലും ഞാൻ എന്നും പണിയെടുക്കുമ്പോൾ കുറച്ച് പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പിന്നെ ചെയ്യാറാട്ടോ. അപ്പോൾ പിന്നെ കുറച്ചൊരു ഭേദം ഉണ്ടാവും. അങ്ങനെ ഞാൻ ചപ്പാത്തിയും പത്തിരിയൊക്കെ ഒന്ന് എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഞാൻ ഒന്ന് വിട്ട് നിർത്തിയതട്ടെ. ഇന്ന് പിന്നെ ഷിബിലിമേനക്ക് ഏതായാലും ചോറ് കൊണ്ടുവന്നല്ലോ, ഇക്കാക്കും പണിയില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ കുറച്ച് നേരം വൈകി കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചപ്പാത്തിയോ പത്തിരിയോ ഉണ്ടാക്കാൻ നിൽക്കാറ്. അങ്ങനെ തട്ടിമുട്ടിയിട്ടൊക്കെ ഉണ്ട് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഞാനിത് ചപ്പാത്തി കുറച്ച് പരത്തിയപ്പോഴേക്കും ഇക്കാക്ക് പോകണം എന്നാണ് ഇക്ക വന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ ചുടോ, ഞാൻ ചപ്പാത്തി പരത്താന്ന് പറഞ്ഞു. നിങ്ങൾക്കും ഷിബിലി മോനിക്കുള്ളത് മാത്രം പിന്നെ ഗ്യാസുമ്മ ചുട്ടാൽ മതി. ഏതായാലും പിന്നെ അടുപ്പ് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, ബാക്കി ആദ്യമേ ചൂടാൻ തന്നു. അപ്പം ഇക്കെന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു. ഇക്കാക്ക് പണിയില്ല, പക്ഷേ നബിദിനായില്ലേ. അപ്പം നമ്മളുടെ അടുത്തുള്ള പള്ളിയിലേക്ക് പിന്നെ വിറക് വെട്ടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇക്കും അവരുടെ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി വിറക് വെട്ടാൻ വേണ്ടി പോവുകയാണ്. ആ പണിയാണെന്നാണ്. അപ്പോൾ നബിദിനത്തിലുള്ള ചോറ് വെക്കാനുള്ള വിറകാണ് കേട്ടോ ഇവർ വെട്ടാൻ പോകുന്നത്. വെട്ടാനും മെഷീൻ കൊണ്ട് അവർ വെട്ടാൻ ആളാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എടുത്ത് കൊണ്ടുവരണ്ടേ. അപ്പോൾ അതൊക്കെ വണ്ടിക്ക് ലോഡ് കയറ്റാനും അങ്ങനെയുള്ള പണികളൊക്കെ ആയിരുന്നു കേട്ടോ ഇക്കാക്കുന്നത്. അപ്പോഴേക്കും ചോറ് വെന്ത് റെഡിയായി. അപ്പോൾ ഇക്കാൻ്റെ ചുടലും ഇക്ക കഴിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഷിബിലി മോൻക്കുള്ളതും ആയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ളത് ഞാൻ തന്നെ അടുപ്പിൽ ചുടാന്ന് വെച്ചുവോ. അങ്ങനത്തെ അൽഹംദുലില്ലാ ഷിബിലി മോൻ റാഹത്തായി ചായയൊക്കെ കുടിച്ച് പോവാണേ. അപ്പോൾ ചപ്പാത്തി അടുപ്പത്തിട്ടുകൊണ്ടാ പോകണ്ട. അപ്പോൾ പിന്നെ അവനോട് കൂടുതൽ വർത്താനം പറയാനൊന്നും നിന്നില്ല. അവനെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ധൃതിയുള്ളവർ രണ്ടുപേരും കൂടി ചായയൊക്കെ കുടിച്ച് പോയി. ഇനി പിന്നെ ആക്കത്തിലായാലും മതിയല്ലോ എന്ന് വെച്ച് പിന്നെ കേബേജ് കറിയൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ റെഡിയാക്കുന്നത്. കണ്ടില്ല ചപ്പാത്തി നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല ബൗൾസൊക്കെ വന്നുകൊണ്ട് തന്നെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയാം പിന്നെ തീയും സ്പീഡ് കൂടുന്നത് നോക്കണ്ട. ഇത് പിന്നെ ചോറ് വെച്ച അടുപ്പായിരുന്നില്ല, അപ്പോൾ നല്ലോണം കത്തുന്നുണ്ട്. ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പോയിട്ട കാര്യം. അപ്പോഴേക്കത് ഫിനിമോളെ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഒരു ഉഷാറില്ലാതെ. അപ്പം പിന്നെ ഞാൻ കുറച്ച് പാല് ആദ്യം തന്നെ തിളപ്പിച്ച് വെച്ചിരുന്നു. അത് പിന്നെ അവൾക്ക് അങ്ങോട്ട് കൊടുത്തു. കടയിൽ അവൾക്ക് പാല് കൊടുത്തപ്പോഴേക്കും ചപ്പാത്തിൻ്റെ അവസ്ഥയാണിത്. പിന്നെന്താ ചെയ്യലേ, നമ്മൾ ഒരു പണി രണ്ട് പണി ഒന്നുമല്ലല്ലോ എടുക്കണേ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ ആ ചപ്പാത്തിൻ്റെ അടിഭാഗമൊന്നും കാണാനില്ല കേട്ടോ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പരിപ്പ് കഴുകിയതും പിന്നെ ഒരു ഉള്ളിയും കാബേജും 2 പച്ചമുളകും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു തക്കാളിയും കുറച്ച് വെള്ളവും ഒരു അത്യാവശ്യത്തിന് ഉപ്പിട്ടെടുത്തുകൊണ്ട് കറി പിന്നെ അടുപ്പത്ത് തന്നെ അങ്ങോട്ട് വെക്കണ്ട. ഞാൻ പറയാറില്ലേ എപ്പോഴും നിങ്ങളോട്, ഞാൻ അടുപ്പ് പിടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അടുപ്പ് തന്നെ വെക്കാൻ ശ്രമിക്കും കേട്ടോ. അഥവാ അടുപ്പ് പിടിപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, പുട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ മൊത്തം ഈസി വെക്കുമ്പോഴും ഗ്യാസുമ്പോഴൊക്കെ അങ്ങോട്ടാണ്ട് കഴിയും. ഞാനിങ്ങനെ കേട്ടോ ഗ്യാസ് ലാഭിക്കാനും ഒക്കെ ചെയ്യാറ്. പിന്നെ കുറച്ച് തേങ്ങയും അതിലാണ്ട് ചെറിയ ഉള്ളിയും അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോഴേക്കത് പരിപ്പും കാബേജൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരച്ച് വെച്ച തേങ്ങ പേസ്റ്റിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എരിവ് നോക്കിയപ്പോൾ എരിവ് കുറവായിരുന്നു. പിന്നെ അത് ചപ്പും പിന്നെ വേപ്പിലയോടും ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമ്മളെ കറി ഇത് ഉഷാറാക്കി എടുത്തു കേട്ടോ. ഞാൻ ഇങ്ങനെ കേബേജ് കറി ഉണ്ടാക്കാറാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് അതിലേക്ക് ഇടാറുണ്ട്. പക്ഷെ ഒന്നും മുട്ടയില്ല കേട്ടോ. ഉള്ള മുട്ട കൊണ്ട് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കിയില്ലേ, അപ്പം മുട്ട ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ അതേ പപ്പടം ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തു. പിന്നെ അതേ ഒരു 3-4 കഷ്ണം പിന്നെ മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തു. പിന്നെ കുറച്ച് മീൻ ഇവിടെ പൊരിച്ചതുണ്ടായും ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ മതിയെന്ന് വെച്ചു. പിന്നെ രാത്രിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കാമെന്ന് വെച്ചു. ഇറച്ചി കൊണ്ടിരിക്കണം എന്നൊക്കെ ഇക്കാനെ കൊണ്ട് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഇക്കൊക്കെ പെട്ടെന്ന് പോവേണ്ടി വന്നില്ല. അപ്പോൾ പിന്നെ ഇറച്ചിയൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം ബലം. അങ്ങനത്തെ അടുക്കളയിൽ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞുകൊണ്ട് അടുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ പിന്നെ ഗ്യാസ് വെക്കണ പുറത്ത് അടുക്കളയുണ്ടല്ലേ, ഇവിടെ തന്നെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്.
അപ്പോൾ ഇത്രയും സമയമായിട്ട് തന്നെ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്താ അറിയോ, പണിയൊക്കെ കഴിയണം, എന്നാലും ചായ കുടിച്ചാൽ അങ്ങോട്ട് ഇറങ്ങുള്ളൂ. അങ്ങനെ ചായയും കുടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.